പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജ്ഞാനസ്നാനത്തിന് ശേഷവും ദൈവം തൻ്റെ ആത്മാവിനെ തൻ്റെ മക്കളിലേക്ക്, ജ്ഞാനസ്നാനം സ്വീകരിച്ച മക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനത്തിന് ശേഷവും ദൈവം തൻ്റെ ആത്മാവിനെ കൊടുക്കുന്നു. എന്നാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല എന്നും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ആ മേഖല നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ, ശമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. 16-ാമത്തെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ശമരിയ പ്രദേശത്തുണ്ടായിരുന്ന മക്കൾ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഈ ശമരിയായിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ആ ജ്ഞാനസ്നാനം സ്വീകരിച്ച ആ വ്യക്തികളുടെ അടുത്തേക്ക് അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അയക്കുന്നു. എന്തിനാണ് അങ്ങോട്ട് അയച്ചത്? കാരണം ഈ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കണം. ആ പരിശുദ്ധാത്മാവിനെ ആ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയപ്പെട്ട അപ്പസ്തോലന്മാരെ അയക്കുന്നത്. അതുകൊണ്ടാണ് അവർ അവിടെ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ടോ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുകയാണ്. ആരെ? പത്രോസും യോഹന്നാനും. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് തന്നെയാണ് തിരുസഭയിൽ സ്ഥൈര്യലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നതിന് മുന്നോടിയായി പുരോഹിതൻ തനിക്ക് വേണ്ടിയും ഈ സ്ഥൈര്യലേപനം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച അതേ പാരമ്പര്യം, അതേ പിന്തുടർച്ച ഇന്ന് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. കാരണം ഇവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാ. ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, അതാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ, മൂറോൻ അഭിഷേകം, അതുപോലെ തന്നെ തൈലാഭിഷേകം എന്ന കൂദാശ. ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നതിന് മുന്നോടിയായി ഇതാ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നു. 2000 വർഷങ്ങൾക്കപ്പുറം 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ രൂപീകരണത്തിന് ശേഷം ശമരിയായിലുള്ള ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവർ മാമോദിസ സ്വീകരിച്ചു, സ്നാനം സ്വീകരിച്ചു. ഈ സ്നാനം സ്വീകരിച്ച വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് പോകുന്നത്? ശിഷ്യന്മാർ പോകുന്നത്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. ഇവിടെ ഒരു കാരണം പറയുന്നുണ്ട്. എന്തിനാണ് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചത്? ഈ വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല. ഈ വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരോട് പോയി പ്രാർത്ഥിക്കുക. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ അവർക്ക് ലഭിക്കുക, ആത്മാവിൻ്റെ കൃപ അവർക്ക് കിട്ടുക ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും അറിയാതെ കൊണ്ട് ഒരുപക്ഷെ നമ്മൾ അവരുടെ രോഗം മാറുവാൻ, തകർച്ച മാറുവാൻ, പ്രശ്നങ്ങൾ മാറുവാൻ, മധ്യസ്ഥ പ്രാർത്ഥന ചിലരൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത്, പ്രാർത്ഥനയിലൂടെ ചെല്ലുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് അവർക്ക് ആവശ്യമുള്ളത് കൊടുത്തോളും. ഈ ഒരു ബോധ്യം നമുക്ക് ആഴമായിട്ടുണ്ടാകണം. ഇവിടെ പറയണം, കാരണം പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇവിടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് പോലും അവർക്കാരെ കിട്ടിയില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. ആരാ കൈകൾ വെച്ചത്? പത്രോസും യോഹന്നാനുമാണ്. അവിടെ വഴിയെ പോയ ആൾക്കാരല്ല, മാമോദീസ സ്വീകരിക്കാത്ത വ്യക്തിയല്ല. ഇന്ന് മാമോദീസ സ്വീകരിക്കാതെ, സ്ഥൈര്യലേപനം സ്വീകരിക്കാതെ ബൈബിളുമായിട്ട് ഇറങ്ങി നടക്കുന്ന പല വ്യക്തികളും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാവിനെ കിട്ടുമോ? കിട്ടത്തില്ല. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും സഭയുടെ പാരമ്പര്യവും പ്രബോധനവും അനുസരിച്ചും ഈ അപ്പസ്തോലിക വരമനുസരിച്ച് കൈവെപ്പ് ശുശ്രൂഷ കൊടുക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ആ അപ്പസ്തോലന്മാർ പിന്നീട് അവരുടെ മേൽ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ഇന്ന് മാമോദിസ എന്ന കുദാശിയുടെ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറ്റപ്പെടാതെ, അതുപോലെ സ്ഥൈര്യലേപനം എന്ന കുദാശിയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത വ്യക്തികളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ക്രിസ്ത്യാനികളുണ്ട്. അവനിലേക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനെ അറിയില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനറിയില്ല. കാണുന്നവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നു. ചിലരൊക്കെ കാണുന്നവരെ കൊണ്ടൊക്കെ തല കൈവച്ച് പ്രാർത്ഥിപ്പിക്കുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണമേ, ജ്ഞാനസ്നാനത്തിന് ശേഷവും ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകും, ഓരോ വ്യക്തികൾക്കും തരും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനാലൊന്ന് ജ്വലിക്കുവാനും ക്രിസ്തുവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പസ്തോലന്മാരുടെ കൈവയ്പിലൂടെ ശമരിയായിലുണ്ടായിരുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെയും കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവീകപരം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിർവീര്യമാക്കിയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.